നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹവൂർ റാണ NIA കസ്റ്റഡിയിലായതോടെ കേരളത്തിലെ ചില ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ ഭയമിളകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തഹവൂർ റാണയ്ക്ക് കേരളത്തിലും ചില വേരുകൾ ഉണ്ടത്രേ. ആ വേരുകളിലേക്ക് അന്വേഷണ സംഘം എത്തുമോ എന്നുള്ള ഭയമാണ് ഇക്കൂട്ടരെ ഇപ്പോൾ വേട്ടയാടുന്നത്. തഹവൂർ റാണ കൊച്ചി സന്ദർശിച്ചിരുന്നു. ഇതെന്തിന് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ചിലരെ കാണാനായിരുന്നു കൊച്ചിയിൽ എത്തിയത് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന് മുൻപാണ് തഹവൂർ റാണ കൊച്ചിയിലെത്തിയത്. തഹവൂർ ഹുസൈൻ റാണ എന്ന പേരിൽ തന്നെ ഹോട്ടലിൽ മുറിയെടുത്ത് 3-4 ദിവസം കഴിഞ്ഞു. താജ് ഹോട്ടലിലായിരുന്നു താൽപര്യം. ചില തീവ്രവാദ ബന്ധമുള്ള മലയാളികളും റാണയെ കണ്ടു എന്നാണ് വിവരങ്ങൾ. അതിനുശേഷമാണ് കേരളത്തിലും തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ സജീവമായത് എന്ന വിലയിരുത്തലും ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള സഹായം മുംബൈ ആക്രമണത്തിന് ഉറപ്പുവരുത്തിയാണ് റാണ കേരളത്തിൽ നിന്നും മടങ്ങിയത് എന്നാണ് സൂചനകൾ. റാണയെ കൊച്ചിയിൽ നേരിട്ടെത്തിച്ച് തെളിവെടുക്കുന്നത് NIA പരിഗണനയിലുണ്ട്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അതിന് സാധ്യത കുറവാണ്. ആരെയാണ് കണ്ടതെന്ന് റാണ മൊഴി നൽകിയാൽ അവരെ NIA അറസ്റ്റ് ചെയ്യും. കേരളത്തിൽ തങ്ങിയ റാണ പിന്നീട് മുംബൈയിലേക്ക് മടങ്ങുകയായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ റാണയുടെ കൊച്ചി സന്ദർശനം നടന്നത്. കൊച്ചിക്ക് പുറമെ ഡൽഹി, ആഗ്ര, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലും റാണ എത്തിയിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. 2008 നവംബർ 16-നാണ് തഹവൂർ റാണ കൊച്ചിയിൽ എത്തുന്നത്. മുംബൈ ഭീകരാക്രമണം നടന്ന് 1 വർഷത്തിന് ശേഷം ഇയാൾ വിദേശത്ത് വെച്ച് പിടിയിലായപ്പോഴാണ് കൊച്ചി സന്ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. റാണ കൊച്ചിയിൽ താമസിച്ചതിന്റെ തെളിവടക്കം കിട്ടിയിട്ടുണ്ടെങ്കിലും സന്ദർശന ഉദ്ദേശം എന്താണെന്ന് അവ്യക്തമാണ്. ഏതെങ്കിലും രഹസ്യ യോഗത്തിനായിരിക്കാം റാണ കൊച്ചിയിൽ എത്തിയത് എന്നാണ് വിവരങ്ങൾ. NIA നടത്തിയ അന്വേഷണത്തിൽ വിദേശ റിക്രൂട്ട്മെന്റ് നടത്താനെന്ന വ്യാജേനയാണ് റാണ മറൈൻ ഡ്രൈവിലെ ഹോട്ടലിൽ തങ്ങിയത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. US, കാനഡ എന്നിവിടങ്ങളിൽ ജോലി അവസരമുണ്ടെന്ന് കാട്ടി ഇയാൾ പരസ്യം നൽകിയിരുന്നുവെന്നും NIA കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. റാണയെ വിശദമായി തന്നെ ഇപ്പോൾ NIA ചോദ്യം ചെയ്യുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നേരിട്ട് ചോദ്യം ചെയ്യൽ നിരീക്ഷിക്കും. കുറ്റപത്രം നൽകി 14 വർഷത്തിന് ശേഷമാണെങ്കിലും റാണയെ വിട്ടുകിട്ടിയത് ഇന്ത്യക്ക് നേട്ടം തന്നെയാണ്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വിശ്വസ്തനാണ് റാണ. മുംബൈ ഭീകരാക്രമണം നടന്ന് പിറ്റേ വർഷമാണ് ഹെഡ്ലി അമേരിക്കയിൽ അറസ്റ്റിലാകുന്നത്. 1 വർഷത്തിന് ശേഷം NIA ഇയാളെ ചോദ്യം ചെയ്തു. ലോക്നാഥ് ബെഹ്റയായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 10 ദിവസം അമേരിക്കയിൽ തങ്ങി. ജയിലിലെത്തി 72 മണിക്കൂർ നടത്തിയ ചോദ്യം ചെയ്യലിനോട് ഹെഡ്ലി സഹകരിച്ചതായി ബെഹ്റ വ്യക്തമാക്കി. മുംബൈ ഭീകരാക്രമണത്തിൽ ഹെഡ്ലിക്കൊപ്പം റാണയുടെ പങ്കിനെക്കുറിച്ചും NIAക്ക് സൂചനകൾ കിട്ടിയിരുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI-യും വിവരം കൈമാറിയിരുന്നു. ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ആക്രമണ സ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ച് നൽകിയത് റാണയായിരുന്നു. ഇതിനായി റാണ മുംബൈയിൽ ഒരു സ്ഥാപനം തന്നെ തുടങ്ങുകയായിരുന്നു. ഇവിടെയാണ് മറ്റൊരു വിവരം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോക്നാഥ് ബെഹ്റ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു എന്നാണല്ലോ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതേ ലോക്നാഥ് ബെഹ്റ തന്നെ നമ്മുടെ മുൻ DGP ആയിരുന്നു. ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്നതിന് മുൻപ് നടത്തിയ ഒരു പ്രസംഗം കേരളത്തിന് ഇന്നും ഓർമ്മയുണ്ടല്ലോ. കേരളത്തിൽ തീവ്രവാദം ഉണ്ടെന്നും സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോകുന്നതിന് ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുമൊക്കെ ലോക്നാഥ് ബെഹ്റ തന്നെയാണ് വ്യക്തമാക്കിയത്. അതായത് ഈ തഹവൂർ റാണയെ ചോദ്യം ചെയ്തതിൻ്റെയൊക്കെ എല്ലാ വിവരങ്ങളും അറിയാവുന്ന ആൾ കൂടിയാണ് ബെഹ്റ. എന്നാൽ അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ പിണറായി ബെഹ്റയുടെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിനും മറ്റും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. പിന്നീട് വിരമിക്കുന്ന വേളയിലാണ് അദ്ദേഹം കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ വ്യക്തമാക്കിയത്. വലിയൊരു ഞെട്ടലായിരുന്നു അന്ന് കേരളത്തിന്. അതുവരെ സർക്കാർ വാദിച്ചുകൊണ്ടിരുന്നത് എന്താണ്? കേരളത്തിൽ തീവ്രവാദ ബന്ധം ഉള്ള ആരുമില്ല എന്നും സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ആയിരുന്നു. ഹെഡ്ലിയും റാണയും മറ്റു ചില സംഘങ്ങളും ഒക്കെ ചേർന്നാണ് മുംബൈയിൽ വലിയ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിൽ കേരളത്തിൽ നിന്ന് ബന്ധമുണ്ടോ എന്ന് റാണയുടെ വായിൽ നിന്ന് പുറത്തു വന്നാൽ ആ കൂട്ടരെ NIA പൊക്കിയെടുക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ചിച്ചാവദ്നിയിൽ ജനിച്ച് പാക് പട്ടാളത്തിൽ ഡോക്ടറായി സേവനം ചെയ്തിരുന്ന ആളെയാണ് അമേരിക്കയിൽ നിന്ന് നിയമവഴിയിൽ ഇന്ത്യ തിരികെ കൊണ്ടുവന്നത്. 90കളുടെ അവസാനം ഭാര്യയോടൊപ്പം
കാനഡയിലേക്ക് കുടിയേറിയ റാണയ്ക്ക് കനേഡിയൻ പൗരത്വവും ഉണ്ട്. പിന്നീട് US-ലെ ചിക്കാഗോയിലേക്ക് കടന്ന റാണ അവിടെ വിവിധ ബിസിനസ് സംരംഭങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ചിക്കാഗോയിലും ന്യൂയോർക്കിലും ടൊറന്റോയിലും ഓഫീസുള്ള ഇമിഗ്രേഷൻ ഏജൻസി ഉണ്ടായിരുന്നു. ഹലാൽ അറവുശാലയും നടത്തിയിരുന്നു. അധ്യാപകനായിരുന്ന പിതാവും സഹോദരനും റാണയുടെ ഒട്ടാവയിലെ വസതിയിലാണ് താമസിക്കുന്നത്. റാണ നിരപരാധിയാണെന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത്. റാണ ഒരു സമാധാനവാദിയാണെന്നും ഹെഡ്ലിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും ബന്ധുക്കളിൽ ഒരാൾ ഫോക്സ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഹെഡ്ലി റാണയെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയായിരുന്നുവെന്നും അയാളുടെ അജണ്ട റാണയ്ക്കറിയില്ലായിരുന്നു എന്നുമാണ് വാദം. പക്ഷേ ഇത് ശരിയല്ലെന്നും ശക്തമായ എതിർവാദമുണ്ട്. റാണയും ഹെഡ്ലിയും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും നല്ല ചുറ്റുപാടും അന്തരീക്ഷവുമുള്ള കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തീവ്രവാദം നടത്തി അതിൽ നിന്ന് പണം കണ്ടെത്തി ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ലല്ലോ. പാകിസ്ഥാനിലെ ഹസൻ അബ്ദാലിലുള്ള പ്രശസ്തമായ സൈനിക അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ റാണ ഹെഡ്ലിക്കൊപ്പം അബ്ദാലിയൻസ് എന്ന സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഒരു ശൃംഖലയുടെ ഭാഗമായിരുന്നു. അവിടെ നിന്നാണ് ഇരുവരും കാനഡയിലേക്ക് കടക്കുന്നത്. തുടർന്ന് അമേരിക്കയിൽ എത്തുകയും നല്ല ജോലിയുണ്ടായിട്ടും ഇരുവരും തീവ്രവാദമാണ് തുടർന്നത്. സെപ്റ്റംബർ 11 ആക്രമണത്തിന് പിന്നിലെ സ്വയം പ്രഖ്യാപിത സൂത്രധാരനും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവനുമായ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ്, മറ്റൊരു ഹൈജാക്കറായ മുഹമ്മദ് ആറ്റ തുടങ്ങിയ വ്യക്തികളുമായി പോലും ഹെഡ്ലിക്കും റാണയ്ക്കും ബന്ധമുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഹെഡ്ലിയുടെ മൊഴികൾ തന്നെയാണ് റാണയെ കുടുക്കിയത്. അതിന്റെ പേരിൽ ഇവർ അടിച്ചു പിരിയുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരങ്ങൾ. 2009 മുംബൈ ഭീകരാക്രമണത്തിൽ റാണയ്ക്ക് പങ്കുണ്ടെന്ന് ഹെഡ്ലി മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടെ ഹെഡ്ലിയെ ഒറ്റുകാരനെന്നാണ് റാണ വിശേഷിപ്പിച്ചത്. രക്ഷപ്പെടാൻ വേണ്ടി ഹെഡ്ലി തന്നെ കരുവാക്കുകയായിരുന്നുവെന്നാണ് റാണ ആരോപിച്ചത്. താജ് ഹോട്ടൽ, ഛത്രപതി ശിവജി ടെർമിനൽ തുടങ്ങിയ ഇടങ്ങളിൽ ആക്രമണം നടത്താൻ നിരീക്ഷണം നടത്തുന്നതിനാണ് റാണ എത്തിയത് എന്നാണ് ഹെഡ്ലി മൊഴി നൽകിയത്. താൻ ചാരനായി പ്രവർത്തിക്കുന്നത് റാണയ്ക്ക് അറിയാമായിരുന്നുവെന്നും ലഷ്കറുമായുള്ള ബന്ധത്തെ എതിർത്തില്ല എന്നും ഹെഡ്ലി വിചാരണയ്ക്കിടെ മൊഴി നൽകിയിരുന്നു. ഭീകരാക്രമണ ശേഷം ഇന്ത്യക്കാർ അതിന് അർഹരായിരുന്നുവെന്നും കൊല്ലപ്പെട്ട 9 ഭീകരർക്കും പാകിസ്ഥാനിലെ പരമോന്നത സൈനിക ബഹുമതിയായ നിഷാന ഇ ഹൈദർ നൽകണമെന്നും റാണ തന്നോട് ആവശ്യപ്പെട്ടതായി ഹെഡ്ലിയുടെ മൊഴിയിൽ ഉണ്ട്. എന്നാൽ ആസൂത്രണത്തിന്റെ ഒരു കാര്യം റാണയുമായി ചർച്ച ചെയ്തിട്ടില്ല എന്നും ഹെഡ്ലി മൊഴി നൽകിയിട്ടുണ്ട്. ഹെഡ്ലിയും റാണയും തമ്മിലുള്ള ഇമെയിൽ സംഭാഷണങ്ങൾ മുംബൈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ISI അംഗവും മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയുമായ മേജർ ഇക്ബാലിന്റെ ഇമെയിൽ ID ആരായുന്ന ഹെഡ്ലിയുടെ ഇമെയിൽ സന്ദേശമടക്കം ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മൊഴികൾ ആശ്രയിക്കാതെ തന്നെ ഭീകരബന്ധം തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു. റാണയെ രാജ്യത്തെത്തിച്ചതോടുകൂടി തന്നെ രാജ്യത്തെ തന്നെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ കൂടുതൽ ഉള്ളറകളിലേക്ക് എത്താൻ കഴിയും. ആഗോള ഭീകരവാദ വേട്ടയിൽ നിർണായകമാകും ഈ നീക്കങ്ങൾ. പാകിസ്ഥാന് വൻ തിരിച്ചടിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.